ഫാക്ടറിയിലെത്തി. ആ പേപ്പർ ഉണ്ടെങ്കിലേ രാവിലെ ഇറക്കത്തുള്ളൂ ഇല്ലയോ? പക്ഷേ ഇതെടുത്തപ്പോൾ അതിൻ്റെ കൂടെ അതൊന്നും എടുക്കേണ്ടതായിരുന്നു. മണ്ടത്തരമായി അതന്ന് ആ പറഞ്ഞ പുള്ളിയൊന്നും പറയണ്ടായിരുന്നു. പക്ഷെ ഈ വണ്ടി ഇറക്കാനുള്ളതോ അല്ലയോ? ഇവിടെ ഇട്ട് സൈഡ് പിടിച്ചിട്ടു വെയിൽ വരാത്ത രീതിയിൽ പിടിച്ചിട്ടു. നല്ല സ്ഥലം ഉണ്ടല്ലോ ഇവിടെ വണ്ടിയുടെ. നല്ല അവിടെ വേണ്ട, അപ്പുറത്തല്ല ഇടും, ആ സൈഡിൽ ഇടും. നമ്മൾ പോയതിന് ശേഷം ലോഡ് കയറ്റിയ വണ്ടിയാണ്. ആ വണ്ടി ഇവിടെ വന്ന് പക്ഷേ നമ്മൾ ഇറക്കിയില്ല. നമ്മളിവിടെ വന്ന് നമ്മൾ എത്ര മണിക്ക് ഇവിടെ വന്നേ? 11:30 ഒന്നുമല്ല, 1 മണിയായി കഴിഞ്ഞ്. 1 മണിയായി. 1 മണിക്ക് വന്ന് ഇവിടെ ഞങ്ങൾ കിടന്നു. ഇപ്പോൾ സമയം എത്രയായി? 8 മണി കഴിഞ്ഞു. ഇവിടെ കിടന്ന വണ്ടിയെല്ലാം പോയി. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ലോഡ് കയറ്റി ഇറങ്ങാൻ നേരത്ത് കയറ്റാൻ പോയ വണ്ടി നമ്മുടെ വണ്ടി എടുത്തിട്ട് അടുത്ത വണ്ടി കയറ്റിയത് ആ വണ്ടിയാണ്. ആ പുള്ളി ആ അണത്തെ വണ്ടിയാണ്. പുള്ളി വന്നിപ്പോൾ പുള്ളി നമ്മളെ കണ്ടില്ലേ? ലോഡായിട്ട് എടുക്കുമോ? അവർ ബില്ല് തന്നിട്ടുണ്ടായിരുന്നേ, അത് ഫോണിൽ അയച്ചു തന്നെ. അപ്പോൾ അത് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പ്രിൻ്റ് എടുക്കുന്ന കാര്യം അത് അയച്ച പുള്ളിയും പറഞ്ഞില്ല, ഇവരാരും പറഞ്ഞില്ല. അപ്പോൾ അത് പോസ്റ്റായി പോയി. അപ്പോൾ ഇനി പ്രിൻ്റ് എടുക്കാൻ കട 8 മണിക്കേ തുറക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ കിടന്നത്. അതുപോലെ ഇന്നലെ വണ്ടി ഓടിച്ച് ക്ഷീണമുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോയി. ധൃതിയില്ല, പതുക്കെ പോയാൽ മതി. മണി കഴിഞ്ഞു. അപ്പോൾ 8 മണി കഴിഞ്ഞാൽ അവിടെ പ്രിൻ്റ് എടുക്കാൻ കട തുറക്കത്തുള്ളൂ. തുറക്കത്തത് എണ്ണിച്ച് വിട്ട് പോവാ. ഞാൻ പ്രിൻ്റ് എടുത്തുകൊണ്ട് അവിടെ ആ ഗേറ്റിനപ്പുറത്ത് കടയുണ്ട്. അപ്പോൾ അവിടെ പോയി പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് വണ്ടി അകത്തോട്ട് കൊണ്ടുപോകാം. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ എടുക്കാം. അല്ല, പാതിരാത്രിക്ക് വന്ന് കയറിയതാണ്. അപ്പം അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് ബില്ല് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. അപ്പോൾ അത് കാണിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അത് പ്രിൻ്റ് എടുക്കുന്ന കാര്യം ആരും പറഞ്ഞില്ലായിരുന്നു. ഞങ്ങളൊന്നും ഓർത്തില്ല പ്രിൻ്റ് എടുക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് രാവിലെ 8 മണിക്ക് കട തുറക്കുമെന്ന് പറഞ്ഞു. 8 മണിയായിട്ട് കട തുറന്നില്ല. പിന്നെ 9 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ഞങ്ങൾ 9:30 ആയപ്പം ഒന്ന് നോക്കുമോ കട തുറന്നിട്ടുണ്ടോ. തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രിൻ്റും എടുത്ത് എല്ലാം കഴിച്ചിട്ടും വരാനായിട്ട്. ഇവിടെ കടയില്ലേ കുറച്ച് കോവിൽ ഇവിടെ കടയുണ്ടോടോ? കടയുണ്ടോ? നമ്മൾ ആ കുറ്റി ഗ്യാസ് കുറ്റി മേടിക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാമായിരുന്നു. ഇവിടെ ഇപ്പോഴാണ് കട തുറന്നത്. 9:30 10 മണിയായത്. ഇവിടെ ഇപ്പോഴും 9:30 ആയപ്പോഴാണ് ഇവിടെ കട തുറന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഫോണിനകത്തായിരുന്നു നമുക്ക് അവിടുന്ന് ബില്ല് തന്നേ. ഫോണിനകത്ത് വാട്സപ്പ് അയച്ചു തന്നതാണ്. വാട്സപ്പിലായിരുന്നു അവർ ബില്ല് ഇട്ട് തന്നത്. അപ്പോൾ ഞങ്ങളത് എടുത്തില്ല. അപ്പം ആ അയച്ചു തന്ന ഏജൻറ്റ് പറഞ്ഞ് ഇത് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ബില്ല് പ്രിൻ്റ് എടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞൊന്നുമില്ല. പ്രിൻ്റ് എടുക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത് സാധാരണ. ഞങ്ങളതങ്ങ് വിട്ടുപോയി.
ഇന്നലെ വന്നിവിടെ പോസ്റ്റായി. എന്നിട്ട് രാവിലെ ഒന്ന് 8 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 8 മണിക്ക് വെയിറ്റ് ചെയ്ത് 8 മണിക്കായപ്പോൾ തുറന്നില്ല. എന്നിട്ട് 9:30 ആയപ്പോഴാണ് ഇവിടെ കട തുറന്നത്. ഞാനിപ്പം പോയി ബില്ല് കോപ്പി എടുത്ത് എന്നിട്ട് വണ്ടി കിടക്കുന്നു. കോപ്പി എടുത്ത് ഒരു ചായയും കുടിച്ച്, ഹോട്ടലൊന്നുമില്ല, ഉണ്ട് ഒരു ഇതില്ലാത്ത ഹോട്ടലാണ്, ഒരു ചായ കുടിച്ചിട്ട് വണ്ടി ഇവിടെ വന്ന് ആ ബില്ല് ഇവിടെ കൊടുത്ത് ഇവിടെ വന്ന് കാണിച്ച് സീൽ ചെയ്തിട്ടാണ് അകത്തോട്ട് കയറിപ്പോകാൻ പറ്റുന്നത്. പിന്നെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വല്ലതും ഉണ്ടോ? ഏടാ ഇവിടെ പിന്നെ ആകെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കടയാണെങ്കിലോ ഇപ്പോൾ ഒരു നെയിം ബോർഡ് എന്ത് കണ്ടാലും എല്ലാം അങ്ങ് തമിഴാണ്. ഇംഗ്ലീഷൊക്കെ ഭയങ്കര കുറവാണ്. നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും ഒന്ന് നോക്കാനോ എടുക്കാനോ ഒന്നും മനസ്സിലാവത്തില്ല. എല്ലാം അങ്ങ് തമിഴില്ല. ഒരു സ്ഥലമാണെങ്കിലോ ഒരു കടയുടെ പേരാണെങ്കിലോ എന്താണെങ്കിൽ പോലും മൊത്തത്തിൽ അങ്ങ് തമിഴില്ല. അതുകൊണ്ടൊന്നും എവിടെ എന്തുവോ എങ്ങനെ ഒന്നും അറിയത്തില്ല, ഒരു പിടുത്തമില്ല. ഇനിയിപ്പം അകത്ത് കയറി പോകണം. അകത്ത് കയറി പോയാലേ ഇനി അകത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തുള്ളൂ. ഇത് പഞ്ചസാരയുടെ കമ്പനിയാണ്. പഞ്ചസാര കമ്പനിയിലായിട്ടാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അകത്ത് കയറുമ്പോൾ അവസ്ഥ അറിയാൻ എന്തുവാണ്. അവിടെ ഇനി ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ, പറ്റിയാൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യം നോക്കണം. വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ വീഡിയോ എടുക്കാം. ആദ്യം അകത്ത് കയറി അകത്തെ അന്തരീക്ഷമൊക്കെ എന്താണെന്ന് നോക്കട്ടെ. എന്താ മുന്നേ നാന്താ എന്നാ പിന്നെ കോപ്പി എടുത്തിട്ട് വണ്ടി രാത്രി പോയിട്ട് വീട്ടിൽ പോയിരുന്നു. പിന്നെ ഇപ്പൊ വെയിലല്ലേ, നീ വണ്ടി കയറൂടാ, നീ വണ്ടി കയറുവോ? എനിക്കറിയില്ല. നീ വണ്ടിക്ക് അറിയത്തില്ല. എന്താ കഷ്ടപ്പാടാ, ഫുള്ള് കഷ്ടപ്പാട്. വീഡിയോ എടുത്താൽ മാത്രം പോടാ കേട്ടോ. ഇനി ശരിക്കും വീഡിയോ എടുപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇടയ്ക്ക് കയറി വന്ന് വീഡിയോ മാറ്റി വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് പട്ടിപ്പണി ചെയ്യുന്നു, ആരും കാണുന്നില്ല. നോക്കുമ്പോ ആൾക്കാർ നോക്കുമ്പോ നീ മാത്രം വണ്ടി നോക്കുന്നു, വണ്ടി ഓടിക്കുന്നു. വണ്ടി നീ ഓടിക്കുന്നത് അത് ശരി, അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പണി എടുക്കുന്നതൊക്കെ ഒന്നും കാരണം ഞാൻ പണി എടുക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. നീ എടുക്കും വീഡിയോ. നീ ഇന്നലെ വീഡിയോ എടുത്തതിൻ്റെ ഞാൻ കണ്ട്. നീ വീഡിയോ എടുക്കും. ശരി, എന്തോ നീ ഫുള്ള് പണി നീ തന്നെ എടുത്തോ. ഇനി ശരിക്കും നീ പണി എടുക്കുന്നത്. ഇനി എൻ്റെ പണി കൂടെ നീ എടുക്കും. അത് അങ്ങനെ തന്നെ ലെഫ്റ്റ് ഫുള്ള് ഓടിച്ചേ, ഫുള്ള് വീശി ഇങ്ങനെ എടുത്ത് കറക്കി പോകും. അതുകൊണ്ട് ആ വേ ബ്രിഡ്ജിലാ സാറിനോട് നീ ഈ ഫോണിൻ്റെ ചാർജ് അതിൽ വെയിലും കൂടെ ആയതുകൊണ്ടേ ഈ വെയിലും അടിക്കുന്നു, വീഡിയോയും കൂടെ ഫോൺ നല്ല ഹീറ്റാവുന്നു. ആ ലോക്ക് കിടന്നങ്ങ് തിളകുന്നേ, പൂട്ട് കിടന്ന് തിളങ്ങുന്നെന്ന്. നീ വണ്ടി എടുത്തോണ്ട് വരുമോ? നീ ഇനി വണ്ടി കയറി അത് ഇനി ദിക്കറൊക്കെ ചൊല്ലി വരുമ്പോഴത്തേക്ക് നേരം വിളിക്കുമല്ലോ. നീ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് വരാം. എടാ എന്നാ ബ്രിഡ്ജ് എന്തായാലും ഇറങ്ങണമല്ലോ, അങ്ങോട്ട് കയറ്. നീയല്ലോ ഞങ്ങൾക്കുള്ള നിത്യസമ്പത്തേശു, നീയില്ലാതില്ല പോവില്ല ഞങ്ങൾക്കുള്ളതെല്ലാം ബുക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അന്ന് തൊട്ടിന്ന് വരെയുള്ള വാക്കിൽ നിന്നാണ് നീയല്ലോ ഞങ്ങൾക്കുള്ള
വീശി വീശി ബേ ബ്രിഡ്ജിലോട്ട് കയറുന്നു. ഇനി ഞാൻ പോട്ടെ, അപ്പം അടുത്ത പേര് വിളി എനിക്ക്. ഇവിടുന്ന് വെയിറ്റ് നോക്കിയിട്ട് അകത്തോട്ട് കയറി പോകാൻ വേണ്ടിയാണ്. വണ്ടിക്ക് നമ്മൾ അവിടുന്ന് വെയിറ്റ് എടുത്തിട്ടാണ് വന്നത്. ഒരു 23,700 വെയിറ്റ് ഉണ്ടായിരുന്നു. 23 ടണ്ണ് ലോഡാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് വെയിറ്റ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെയും കൂടെ വെയിറ്റ് നോക്കിയിട്ട് ഒരകത്തേക്ക് കയറ്റി വിടും. ഇനി അകത്ത് കയറിയിട്ട് അവസ്ഥ അന്നേരം നോക്കാം എന്താ അവസ്ഥയെന്ന്. വളയട്ടെ വളയട്ടെ വളയട്ടെ. നീ ആദ്യമായിട്ടാ വരുന്നത് ഈ പഞ്ചസാര? എടാ എങ്ങോട്ടാടാ? ഒന്ന് ചോദിക്കണമല്ലോ. അതുകൊണ്ടാ ആടെ സെക്യൂരിറ്റി ആയിട്ടില്ലയോ? സെക്യൂരിറ്റി ഒന്നും ഇല്ലയോ? നീ ഇവിടെ നിർത്ത്, ഞാൻ പോയി ചോദിക്കട്ടെ. കൂടെ ഉണ്ടാക്കി എടാ ഉള്ളിൽ പോയ ഏത് വഴിയാ പോകേണ്ടെന്ന് അറിയത്തില്ലല്ലോ. നേരെ അകത്തോട്ടായിരിക്കും എന്നാ, ഇല്ലെങ്കിൽ തിരിച്ചു കയറണമല്ലോ. നീ എന്ത് കുന്തമാണേലും കുഴപ്പമില്ല. ഇതെന്ത് പടവ് KGF-നകത്ത് കയറിയത് പോലെ ഉണ്ടല്ലോ. അയ്യോ ഇതാ സ്ഥലം. വണ്ടി ഇതെങ്കിൽ ഉള്ള നീ വണ്ടിയുടെ അല്ല ഒതുക്കും. നീ ഇവിടെ നിർത്തി, ഞാൻ ചോദിച്ചിട്ട് വരട്ടെ. എടാ വണ്ടി ആളാള് ആ ചേട്ടൻ പോട്ടെ. എടാ അങ്ങ് പോയി സൈഡ് ഇടാനോ? ഒരു കാര്യം ഞാൻ ഗ്ലാസ് മൊത്തം ഇടണം കേട്ടോ. ഗ്ലാസ്സേ പൊക്കി ഇടണേ. നല്ല പൊടിയായിരിക്കുമല്ലോ. എടാ നീ ഇച്ചിരി പൊടുന്ന എടുത്തടാ, ഇച്ചിരി പൊടുന്ന എടുത്തേ. ആ സീൻ എന്തോ നോക്കട്ടെ. ഈ സൈഡ് ചേർത്തില്ലാനോ? ആ പോടെ പോടെ. സൈഡ് കുറച്ചുകൂടെ കയറിയും കേട്ടോ, കുറച്ചുകൂടെ ചേർക്കാം. വിടോ? വെയിലുമാണ്. എടാ ഇത് ടാർപ്പ് നടക്കണമല്ലോ. അയ്യോ അത് റിട്ടൻ്റെ പണി. ഇവിടെ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുക. ഇത് ഓൾറെഡി നമ്മൾ ലോഡ് കയറ്റിയിട്ട് പുറകിന് കയറ്റിയ ലോറിയാണ്. അണത്തിയാൾ ഇവിടെ വന്നിട്ട് സാധനം ഇറക്കി പൊടിയും തട്ടി താണ്ടൊക്കെ കൊണ്ടുപോവുക. ലാഭം എടുത്തു നോക്കട്ടെ.
പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി ഇനി ഇവിടുന്ന് വിടുക. അമ്പോ പൊരിഞ്ഞ വെയിൽ തീർന്നു. വണ്ടി പോകുന്നത് ബെസ്റ്റ്. പോട്ടോ എന്തോടാ ഈ വഴി ലെഫ്റ്റ് പോകാനോ? എന്തോ പിന്നെ ഈ ലെഫ്റ്റ് കയറി പോകാനെന്തോ നല്ലതാ. എന്നിട്ട് വേണം മൊത്തത്തിൽ അവിടെ ബ്ലോക്കായിട്ട് കിടക്കാൻ. അവിടെ ഓൾറെഡി ബ്ലോക്കാണ്. ആ വഴി ഒന്നും പോകണ്ട, ഈ വഴി അങ്ങ് പോയാൽ മതി. വിശന്നിട്ടാണെ കുടലും കത്തി. കടയുണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്താൻ പറ്റുന്ന ഗ്യാപ്പ് ഉണ്ടായില്ലോ, എല്ലാം കഴിക്കാനെടുക്കാനൊക്കെ പറ്റും. അയ്യോ ലെഫ്റ്റ്. ഓക്കെ ലെഫ്റ്റ് എടുത്തോ. പോട്ടെ 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 പോട്ടെ. ലെഫ്റ്റ് ലെഫ്റ്റ് ഓക്കെ ലെഫ്റ്റ് ഓക്കെ ലെഫ്റ്റ് ഓക്കെ. കുറച്ച് ലെഫ്റ്റ് വേണം, ചേർത്തെടുത്തോ. നമ്മൾ ലോഡ് ഇറക്കിയിട്ട് അവിടുത്തെ ഫാക്ടറിയിൽ നിന്ന് കുളിച്ച് റെഡിയായി സെറ്റായി. എന്നിട്ട് അടുത്ത് ഇവിടെയുള്ള ഒരു ഏജൻറ്റിനെ വിളിച്ചപ്പോഴത്തേക്ക് നമ്മൾ ട്രിവാൻഡ്രം സൈഡിലേക്ക് ലോഡുണ്ടോ എന്ന് നോക്കി. കാരണം ട്രിവാൻഡ്രത്തേക്ക് ലോഡുണ്ടോ ഏതാ ഇവിടെ കടയില്ലല്ലോ. കടയുണ്ട്. നാച്ചുറൽ സീ ഫുഡ്. സീ ഫുഡോ ഇവിടോ? അടച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത കമ്പനിയിൽ നിന്ന് ലോഡ് ഇറക്കിയിട്ട് കുളിച്ച് റെഡിയായി സെറ്റായിട്ട് ഞങ്ങൾ ഇവിടെയുള്ള ഏജൻറ്റിനെ വിളിച്ചു. ഏജൻറ്റിനെ വിളിച്ചപ്പം ഏജൻറ്റ് നമുക്ക് ഓട്ടം എങ്ങോട്ട് വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾ ട്രിവാൻഡ്രം സൈഡ് ചോദിച്ചു. അപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് ലോഡുണ്ട്. എന്തോരം കാലിത്തീറ്റയാണോ? പശുവിൻ്റെ കാലിത്തീറ്റ. അപ്പം ട്രിവാൻഡ്രം സൈഡിലേക്കുണ്ട്. പിന്നെ ആ കിട്ടിയിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 ഇടത്തൊരു ഡ്രോപ്പ് ഉണ്ട്. 6 ഇടത്ത് വേണം ഈ സാധനം ഇറക്കി കൊടുക്കാൻ. പിന്നെ വേറെ ആണെങ്കിൽ ലോഡില്ല. കാരണം നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഇവിടുന്ന് ലോഡ് ഇറക്കിയത് ഓൾറെഡി. അപ്പോൾ പിന്നെ വേറെ ലോഡൊന്നും ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല. ഇവിടെ വല്ലതും കട കാണുമോ? കടയൊക്കെ ഉണ്ടല്ലോ. അപ്പം അവിടെ ഒരു 3 മണിക്കുള്ളിൽ ചെല്ലാൻ പറഞ്ഞു. വണ്ടി ഒതുക്കണ്ടേ? ഞങ്ങളെ ലോഡ് എടുക്കാനായിട്ട് പോവാം. പിന്നെ ഭക്ഷണം വല്ലതും ഉച്ചയ്ക്കെല്ലാം കഴിക്കാനായിട്ടേ നോക്കുക. വകുപ്പെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. വണ്ടി ഒതുക്കാൻ സ്ഥലമുള്ളപ്പം വണ്ടി ഒതുക്കാനേ സ്ഥലമുള്ളപ്പോ കടയില്ല. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എന്തോ ചെയ്യാൻ. അവിടെ എത്ര 3 മണിക്കുള്ള 4 മണി ആകുമ്പോഴേ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ആ ഫാക്ടറിയിൽ നിന്ന് ലോഡ് ഇറക്കിയ ഫാക്ടറിയിൽ നിന്ന് 30-35 കിലോമീറ്ററാണ് ഇപ്പം നമുക്ക് അടുത്ത ലോഡ് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പം പൂർണ്ണപ്പെട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കരിക്കട കരിക്ക് മതിയെന്ന് ചോദിച്ചാലും കഴിക്കണം. ഇത് ചായക്കടയാണ്. ഇവിടെ പോയി ചായ മാത്രമല്ലേ ഉള്ളൂ. ഹോട്ടൽ ഇട്ടോളൂ. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളൊരു 3 മണിയാകുമ്പോഴത്തേക്ക് വന്നാൽ ലോഡ് കയറ്റാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങളിപ്പം ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എത്തുമ്പോൾ തന്നെ 2:58 3 മണിയാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി കഴിച്ചിട്ടൊക്കെ ആർക്കറിയാം പറഞ്ഞാൽ കഴിക്കാതെ പോകാനൊന്നും പറ്റത്തില്ല, കഴിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവരെ പിടിച്ച് തിന്നും. മിക്കവാറും നിന്നെ പിടിച്ച് തിന്നു ഞാൻ. എന്നെ പിടിച്ച് നീ തിന്നും. അങ്ങനെ തിന്ന് ജീവിച്ചത് തന്നെ. എപ്പോഴേ കഴിക്കാൻ പോകുന്നു സമ്മതിച്ചില്ല. ഞാൻ അത് പറയാം. സമ്മതിച്ചില്ല നീ. ഞാൻ പറഞ്ഞു കഴിക്കാൻ വാ. നീ കഴിക്കാൻ വിളിച്ചത് തന്നെ. കരിക്കുണ്ടോ? കരിക്കില്ല. ഉണ്ടോ? കരിക്കുണ്ട്. കുടിക്കാനോ? ചേച്ചി നിർത്ത്. ഭക്ഷണം കിട്ടുന്നിടത്ത് വണ്ടി ഇടാൻ പറ്റത്തില്ല. എന്നാൽ വണ്ടി ഇടുന്നിടത്ത് വല്ലതും ഹോട്ടലുണ്ടോ? അതുമില്ല. ഒരു തൊലിഞ്ഞ വഴിയോ ഒരു ഉണ്ടായില്ല. ഇവിടെ ആകെ ഉള്ളത് വല്ലതും ചായ, ബേക്കറി, അതൊക്കെയുള്ളൂ, സ്നാക്സൊക്കെ. അതുകൊണ്ട് അവിടെ ഒരു തേങ്ങാവെള്ളം, കരിക്കെങ്കിൽ കരിക്ക്. എന്നാൽ പിന്നെ കരിക്കും കുടിച്ച് വെള്ളവും കുടിച്ചിട്ട് ബാക്കി അങ്ങോട്ട് നീങ്ങാമെന്ന് വിചാരിച്ചു. എന്നാൽ കരിക്ക് കുടിച്ചിട്ട് പോകുന്ന വഴിക്കെല്ലാം കടയിലുണ്ടെങ്കിൽ നിർത്തി എല്ലാം തട്ടാം. വേഗം പോയി 2 കരിക്ക് പറ. എടാ വെള്ളം ഉള്ളതേ, കരിക്ക് അധികം വേണ്ട. മറ്റേ ഞാനെന്തോ പറയാം. എടാ ഇളം കരിക്കില്ല, നല്ല കട്ടിയുള്ള കരിക്ക് വേണ്ട, ലൈറ്റാ, സിൽക്കി. വെള്ളം കുറവായിരുന്നു, പക്ഷെ മധുരം ഉണ്ടായിരുന്നു. സാപ്പിടണം. വെള്ളം കുടിച്ചിട്ട് ഞാൻ ഏമ്പക്കം വിട്ടു. വീണ്ടും മഴ. കേരള മറ്റേ നിന്റെ അകത്ത് തേങ്ങ ഇല്ലായിരുന്നോ? കുടിച്ചില്ലേ? കരിക്ക് പോസ്റ്റായിരുന്നു. കരിക്ക് പോസ്റ്റായിരുന്നു. വെള്ളം ഒരു കവളിന് പോലും ഇല്ലായിരുന്നു. ഇച്ചിരി. എന്നിട്ട് മുട്ടൻ തേങ്ങയും. പിന്നെ ആ തേങ്ങ നിന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. വേണ്ടി ആ വളമെടുത്തത്. ഇത് കീറിയെന്ന് തോന്നുന്നു ടയർ. ആ വളം ചെത്തിയെടുത്ത സൈഡിൽ സ്ലാവിനകത്ത് കൊണ്ട് അവിടെ ചെത്തിക്കൊണ്ട് പോയി. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം അല്ലേ? ലെഫ്റ്റ് കയറി പോകണം. ലെഫ്റ്റ്. എടാ പുറകെ ഒരു വണ്ടി ഉണ്ടേ. ഈ വണ്ടി. എടുത്തോ. യെസ്. അവിടുന്ന് ലോറി, ബസ്. ആ വണ്ടി പൊക്കോളാൻ പറ. പതുക്കെയാണ്ട പോട്ടെ. അതൊക്കെ എടുത്ത് വെച്ചോ. കുറച്ച് വേണമെങ്കിലേ ബാക്ക് എടുത്തു പോവാം. കാല് കൊടുത്ത് എടുത്തു. കുറച്ച് പറക്കുവോ? കാർ പോയോ? കാറൊന്നുമില്ല, വിട്ടോ പോട്ടെ. ഇനി ഈ ഒറ്റ റോഡ് നേരെ തന്നെ ആവും. റൈറ്റിലേക്ക് വരുന്നു. ഇവിടുന്ന് എത്ര കിലോമീറ്റർ? റൈറ്റാ പറയുന്നത്. ഒരു ഇതാ ഭവാനിപ്പുഴ. ചോദിച്ചോ ഇവിടെ? ചോദിച്ചിട്ട് പോയാൽ മതി. ഇതാണ് ഭവാനിപ്പുഴ. നല്ല രസമുണ്ടേ.
വലിയൊരു മുട്ടം പുഴയാണല്ലോ. ആ സൈഡ് അപ്പുറത്തോടെ പാലം, അതിനാണ് ആ പുഴയുടെ രണ്ട് നടുക്കൂടെ അപ്പുറം ഇപ്പുറം രണ്ട് പാലം. കരൂർ ലെഫ്റ്റ് തിരിച്ച് നേരെ ആവനാസി 60, കൊച്ചിൻ 307. കൊച്ചിൻ 307 നേരെയോ? ചിത്തോട് ഭവാനി റൈറ്റ് 3 കിലോമീറ്റർ. ഭവാനി റൈറ്റ് നേരെ പോയിട്ട് ആ പാലത്തിനടിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഇപ്പം നമ്മൾ കണ്ട ആ പുഴ, അത് കാവേരി റിവറാണ്, കാവേരി പുഴ. അതിന് സൈഡിൽ കൂടെ പോകണം. അതുകൊണ്ട് ആ പിക്കപ്പ് പോകുന്ന വഴി റൈറ്റ്. അതാണോടാ? അതിനപ്പുറത്ത് വേറെ വഴിയുണ്ടോ? ആ വഴിയല്ലേ? ഏട്ടാ സിഗ്നൽ ഒന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ തിരക്കാ, ബ്ലോക്കാ. ഈ റൈറ്റ് എടുത്തു. നേരെ പോയി. ഓക്കെ. വണ്ടിയില്ല, എടുത്തോ. ഇല്ല എടുത്തോ. റൈറ്റ് സ്ട്രൈറ്റ്. ഒരു ഓണടി അമ്മച്ചി കാണാൻ നിൽക്കുന്നു. ഇല്ല ശരി. ഈ വഴി ഇങ്ങോട്ട് പോവാ. ഇവിടെ തന്നെയല്ലേ കാണിക്കുന്നത്? റൈറ്റ് സൈഡിൽ പമ്പ്. ഓക്കെ. നമ്മുടെ കാവേരി പുഴ അതിൻ്റെ ഇപ്പുറ സൈഡിൽ വന്നു. നമ്മുടെ കൊട്ടവഞ്ചി ഇരിക്കണം. കൊട്ടവഞ്ചി ഇവിടുന്ന് ലെഫ്റ്റ്. ഈ കുഞ്ഞു വീടുകൾ വന്നു. മേട്ടൂർ ധർമ്മപുരി, സത്യമംഗലം 54, മേട്ടൂർ നേരെ റോഡ് റൈറ്റ്. ഇവിടുന്ന് ലെഫ്റ്റ്. യെസ് മനസ്സിലായി കൊച്ചേ. നോ സൗണ്ട് നോ ഹോൺ. അപ്പോൾ നീ ഉള്ള സൗണ്ട് മാറ്റ്. വല്ലതും ആ പീക്കിൽ സൗണ്ട് ഇടും. ഇവിടെ ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഏതാ നാളെ ലോറി വരുന്നുണ്ടല്ലോ. പിന്നെ അമ്മച്ചി എന്തിനാ ഇതുവഴി പോകണ്ട, അപ്പുറത്തോടെ പോകുമ്പോൾ പറഞ്ഞേ. റൈറ്റ് നോക്കിയിട്ട് റൈറ്റ് എടുക്കും. പോട്ടെ. യെസ്. ഇനി ഇവിടെ എത്ര മിനിറ്റ് കാണിക്കുന്നുണ്ട് ടോട്ടല്? 21 മിനിറ്റ്. ഇനി ഇവിടുന്ന് 18 കിലോമീറ്റർ ഉണ്ട് അല്ലേ? 18 കിലോമീറ്റർ. இந்த வழி நேரே போங்கினா 18 കിലോമീറ്റർ மட்டும்தான் இருக்கு. ഇവിടുത്തെ കോവിലൊക്കെ ഉണ്ടോ? നല്ല രസമുണ്ട്. കോവിൽ പാണിയാ, തമിഴ്നാട് കോവിൽ. വർക്കൊക്കെ ഭയങ്കര വർക്കാ. കേട്ടോ പറഞ്ഞേ. ഒരു 15 കിലോമീറ്റർ ഈ വഴി പോവുക. പോയി കഴിയുമ്പോൾ റൗണ്ടിൻ്റെ അവിടെ നിന്ന് റൈറ്റ്, അതുവരെ നേരെ സ്ട്രൈറ്റ്. ഇത് അടുത്ത റൗണ്ടിനുള്ള വകുപ്പ് ഒപ്പിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ റൗണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ആക്കരുത്. ഈ റൗണ്ടിൽ നിന്ന് നേരെ ആയിരിക്കണം. ലെഫ്റ്റ് ഓക്കെ, റൈറ്റ് ഓക്കെ, സ്ട്രൈറ്റ് കിട്ടും.
ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി 7.5 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. ഏതെങ്കിലും വീട്ടിൽ ഇച്ചിരി പച്ചച്ചോറെങ്കിലും ചോദിക്കടാ. ചമ്മന്തിപ്പൊടി മീനച്ചാറും ഉണ്ട്, കൂട്ടി അടിക്കാൻ. ലെഫ്റ്റ് സൈഡിൽ എന്തോ കോളേജാണോ എന്തോ. കോളേജാ. എന്താ കോളേജ്? ആദർശ് വിദ്യാലയ. കോളേജ് നല്ല റോഡാ അല്ലേ? വഴി കൊള്ളാല്ലേ? എടാ നിന്നോടായി ചോദിക്കുന്നത്. വഴി കൊള്ളാം, നല്ല വഴിയാ. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ തണ്ണിമത്തൻ ജ്യൂസ് ഇருக்கு. സംഭാരം കുടിക്കുന്നോടാ. നമ്മൾ കുടിയാണല്ലേ? ഇപ്പൊ നമ്മൾ തേങ്ങവെള്ളം കുടിച്ചല്ലേ, അതിന്റെ പുറമെ സംഭാരം എന്താടാ? ഊണ ബിരിയാണി നെയ്ച്ചോറ കൂട്ടത്തിൽ പോയിരുന്നാലോ? ഫുഡ് കിട്ടിയത്. എനിക്ക് വിശക്കുന്നേ. പൊങ്കൽ മാസം കടയൊന്നും കാണുന്നില്ല. കട ഉള്ളിടത്ത് എനിക്ക് അതാ ഇറങ്ങണം. എന്തോ കട ഉള്ളിടത്ത് വണ്ടി ഇടാനുള്ള സ്ഥലമില്ല. എന്നാൽ വണ്ടി ഇടേണ്ട സ്ഥലമാകുമ്പോഴോ അവിടെ ചായക്കട മാത്രം, ചായയും ബജ്ജിയൊക്കെ. എന്തെങ്കിലും കഴിച്ചിട്ടായിരുന്നെങ്കിൽ ചായയും ബജ്ജിക്കൊക്കെ പിന്നെയും വകുപ്പ് നോക്കാമായിരുന്നു. ബാക്കിയുള്ള ഗ്യാപ്പിലൊക്കെ വണ്ടി ഇടാനും പറ്റത്തില്ല. വണ്ടികളൊക്കെ വേണേൽ പിന്നെ വണ്ടി ഒതുക്കാം. പക്ഷേ ഇവിടെ ഇവിടെ കട ഇവിടെ കണ്ടോ, മുല്ലപ്പൂവ്, ഫാൻസി കട, ഐസ്ക്രീം കട, ഒരു ചൂണ് കടയെങ്കിലും മേടിച്ച് ഒരു കട്ടുകടയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. എന്തമ്മോ അങ്ങനെ നമ്മൾ സത്യമംഗലം ബർഗർ 34, നെട്ടൂർ 38, സത്യമംഗലം 38, സത്യമംഗലം 45, അണ്ണാമടവ്. സ്ഥലത്തിൻ്റെ പേരാണ് അണ്ണാമടവ്. എടാ ഈ റൗണ്ട് ടേൺ പണി റൈറ്റ് എടുക്കോ. എടാ ഐസ്ക്രീം വേണോടാ. ഇതാണ് അണ്ണാമടവ്. പോട്ടെ 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 പോട്ടെ. ഈസി ഈസി. ഓക്കെ. ചായക്കടയാണല്ലോ. ചായക്കട ഒരു മഴക്കോട് പോലൊക്കെ അല്ലേ? മഴ പെയ്യൂടോ? എടാ താണ്ടാ എന്ത് പട ഇവിടെ ഉള്ളത്? ഭയങ്കര രണ്ടാണ്ടൊക്കെ ഉണ്ട്. ഒന്ന് ഒതുക്കിയാലോ? ഈ സൈഡ് ലെഫ്റ്റ് കൂടി ലെഫ്റ്റ് ചേർക്ക്. ഒത്തിരി ചേർക്കണ്ട, ലെഫ്റ്റ് ഈ സൈഡ് ചേർത്ത് നിർത്തിയാൽ മതി. ഇറക്കണ്ട അങ്ങനെ പോട്ടെ. മതി, ഇവിടെ ഇടും. വേണ്ട ഇവിടെ കുറച്ചുകൂടെ ചേർത്തിടുവാണെങ്കിൽ ഗ്യാപ്പുണ്ടോ? കുറച്ചുകൂടെ ലെഫ്റ്റ് വേണ്ട ചേർത്തിടാവും. ഈ സൈഡ് പോട്ടെ കുറച്ചുകൂടെ. ഓക്കെ മതി. നേരെയാണോ? സഹകരിച്ച നമ്മുടെ ലുക്കുന് റൈസ് കമ്പനി വക റൈസ്. എപ്പോഴെങ്കിലും ചവിട്ടി നിർത്തി. 2 കിലോമീറ്റർ ഉള്ളോ? ഓൺലി 2.6. സമയം എത്രയായി? അവിടെ 4 മണിക്കുള്ളിൽ കയറാമെന്നില്ല പറയുക. അവിടെ 4 മണിക്കുള്ളിൽ എത്തണമെന്ന് പറഞ്ഞ് ഇപ്പോൾ സമയം 3:28, 3:3:30. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ എന്തെങ്കിലും കഴിക്കാൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ആ വകുപ്പിൽ എന്തെങ്കിലും പാഴ്സലാക്കിക്കൊണ്ട് പോകാം. ഓക്കെ? അതെ പട്ടു. എന്നാൽ പെട്ടെന്ന് തപ്പിയിട്ട് പോവാം. നീ ഇറങ്ങും. ഞാൻ ഇറങ്ങി കഴിഞ്ഞു. ഇറങ്ങിക്കണം പോയി. മുണ്ടിൽ കൊടുക്കണോ? നിൽക്കിട്ടുണ്ടിറങ്ങിയ പിന്നെ വിഷയമാണ്. ഞാൻ പറഞ്ഞതേ രാത്രി പറയാൻ അല്ലെന്ന് പറയാന്ന് പറയാൻ. ഇനി ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഡ് എടുക്കേണ്ട സ്ഥലത്തോട്ട് നമുക്ക് പോകാം. നാല് മണിക്ക് മുമ്പ് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ 3:45 കഴിഞ്ഞു. ഇനി എന്തോ തീരുവോ അവസ്ഥ.
പോയി നോക്കാം. നീട്ടില്ല നാളെ എടുക്കാം. എന്തായാലും എന്ത് ചെയ്യണം, സീനില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ആശ്വാസം ഇനി ഇവിടുന്ന് 2 കിലോമീറ്ററല്ലേ കാണിക്കുന്നത്, അത്രയല്ലേ ഉള്ളൂ. ചെല്ലെന്നാ 3:45. എനിക്ക് ഞാൻ മേടിച്ചത് എഗ് റൈസ്. ആ എഗ് റൈസ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കുസ്ക കൊള്ളാം കേട്ടോ. കുസ്ക കൊള്ളാം. എന്താ കുസ്ക? കുസ്ക കുസ്ക മറ്റേ KGF-നകത്ത് പറയുന്നത് ഡേയ് ബിരിയാണി ക്യാൻസൽ കുസ്ക അതാണ്. ഇതാണോ? ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നൈസാണ്. നിന്റെ ഫ്രൈഡ് റൈസും കൊള്ളാം കേട്ടോ. ഞാൻ എഗ് റൈസ് കേട്ടപ്പോൾ നമ്മളവിടെ എഗ് റൈസ് എന്ന് പറയുന്നത് ഇത്രയും സുഖമില്ല, പക്ഷെ ഇത് അടിപൊളി. ഒന്നും ഒഴിക്കാതെ തന്നെ തിന്നാൻ തോന്നുന്നു. അടിപൊളിയായിട്ടാ മസാലയൊക്കെ അമ്മ പിടിപ്പിച്ചിരിക്കുന്നത്, സൂപ്പറായിട്ട്. അതാ ഒരു നല്ല ടണ്ണിതുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. വലിയ വിലയില്ല. അത്ര ഇതും നമ്മൾ ഈ ചെറിയ ഈ കുപ്പി വെള്ളം കൂടെ മേടിച്ചപ്പോഴത്തേക്ക് ഇത്രേ ആയുള്ളൂ. 140 രൂപ അല്ലേ? അപ്പൊ എന്താ ഉണ്ട്? 50 രൂപ ഉള്ളൂ. 50, 100 അല്ലല്ല 150, 60, 120. ഇതിന് 10 രൂപ. അതിന്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിരുന്നല്ലേ. ഞാൻ ആ ഒരു പ്ലേറ്റ് ഫുള്ള് കൊണ്ടുവന്ന് വെച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ് കഴിക്കുന്നത്. പക്ഷെ ഓട്ടോമാറ്റിക് പെട്ടെന്ന് കഴിച്ച് തീർത്ത്. എത്രയ്ക്കും വിഷം തരുന്നുണ്ടായിരിക്കും. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഈ പട്ടിക്കുട്ട പച്ചമ്പാളയം. ആണോ? എന്താ ഞാൻ കഴിക്കാൻ വണ്ടി അത് കയറ്റാനോ? ഒരു ലോറി കടപ്പുണ്ട്. ഒരു ലോറി കീഴുകൊണ്ടിരിക്കുക. സൈഡ്. അയ്യോ എൻ്റെ മോനെ. പോട്ടെ. വണ്ടി ഇവിടെ ഇട്ടേക്കുവോ? അവിടെ അകത്ത് കയറ്റിട്ടിരിക്കുവോ? അത് റോഡാത്. ആ വണ്ടി അകത്ത് ഇട്ടിട്ടുണ്ടേ. ഉണ്ട്. അതെ സമയം കണ്ടു. ലോഡ് കയറ്റം അറിഞ്ഞാണ്. ലോഡ് കയറ്റവും അറിഞ്ഞിരുന്നു. സമയം എത്ര ആയതുകൊണ്ട് ലോഡ് കയറ്റത്തില്ലയോ? അങ്ങനെ ഇവിടെ ലൊക്കേഷൻ എത്തി. പക്ഷേ നിങ്ങളുടെ സാധനം ഇന്ന് ഇവന്മാർ ലോഡ് കയറ്റത്തില്ലായിരിക്കും തോന്നുന്നു. നാളത്തേക്ക് ലോഡുള്ളെന്ന് തോന്നുന്നു. ഇന്ന് ലോഡുണ്ടായിരുന്നു, ഇന്ന് കയറ്റിക്കൊണ്ടങ്ങ് പോകാമായിരുന്നു. ഇതാന്ന് തോന്നുന്നു സാധനം. ഇതാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാന്ന് തോന്നുന്നു. ഇതെന്തോ ഒരു മറ്റേ എന്തോ ഒരു എന്തോ നമ്മൾ ഈ കടച്ചക്കയുടെയൊക്കെ ഇലയുണ്ടല്ലോ, അതുപോലത്തെ എന്തൊരു സാധനം മെഷീനകത്തിട്ട് പൊടിച്ച് അത് ഇവർ ക്യാനകത്ത് കയറ്റി റോൾ ചെയ്ത് സാധനം നമ്മുടെ വണ്ടി ലോറി കയറ്റുക. അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കുവാണെങ്കിൽ എടുത്ത്. യെസ്, അതുകൊണ്ട് ഈ സാധനമാണ് നാളെ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇത് മറ്റേ ഈ പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു സാധനമാണ്. ഇതെന്തോ ഞാൻ കാണിക്കാം. നാണ്ടി ഈ ഇല നാണ്ടി എന്ത് നെല്ലാണ്. നാണ്ടി ഇല ഈ ഇല എടുത്ത് അവർ ഉണക്കി സെറ്റ് ചെയ്ത് അവർ മെഷീനകത്തിട്ട് പൊടിക്കും. ഇത് ചോളത്തിൻ്റെ ഇല മെഷീനകത്തിട്ട് പൊടിച്ച് ഈ പരുവത്തിലാക്കും.
ചോളോ ഇതിപ്പം ഈ ചോളത്തിൻ്റെ ഇല കൊണ്ടുവന്നോ ഇത് ഈ വണ്ടി ലോഡ്. ഇനി അത് സെറ്റ് ചെയ്ത് ആ കാണുന്ന റോളാക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇതിപ്പം ബോഡി ഇപ്പം ഡെക്ക് താത്തിട്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഹൈ ഡെക്ക് ആക്കി നമ്മൾ ഡെക്ക് പൊക്കി വെച്ചിട്ട് ഇതിനകത്തോട്ട് ഈ ഡെക്കിൻ്റെ ലെവലിൽ ആ റോള് ഫുൾ അടുക്കി കൊണ്ടുവരും. അപ്പോൾ നാളത്തെ ലോഡ് കയറ്റാൻ വേണ്ടി ഡെക്ക് ഇപ്പോൾ ഞങ്ങൾ പൊക്കിയിട്ട് ഇപ്പോൾ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്തുണ്ണാ എടുത്തമ്മ അത് പോകണ്ടേ? എന്നിട്ട് ഇവിടെ 2 കിലോമീറ്റർ മാറി ഇവിടെ ഒരു വേ ബ്രിഡ്ജ് ഉണ്ട്. അപ്പം അവിടെ കൊണ്ട് വെയിറ്റ് തൂക്കിയിട്ട് നൈറ്റ് ഇവിടെ വന്ന് കിടക്കണം. നാളെ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് ലോഡ് കയറ്റി തുടങ്ങും. അപ്പോൾ ഇപ്പം പോയിട്ട് വെയിറ്റ് ബ്രിഡ്ജിൽ കൊണ്ടുപോയി വെയിറ്റൊക്കെ നോക്കി വൈകിട്ടത്തേക്കുള്ള എന്തെങ്കിലും കഴിക്കാനുള്ള ഓൾറെഡി ഇപ്പോൾ ഞങ്ങളിപ്പോഴാണ് കഴിച്ചത്. ഒരു 4 മണിയായപ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പം വിശപ്പില്ല. പിന്നെ രാത്രി എന്തെങ്കിലും വിശന്നാലോ എന്നോർത്ത് കഴിഞ്ഞാൽ വേറെ വണ്ടിയൊന്നുമില്ല. അല്ലെങ്കിൽ 2 കിലോമീറ്റർ പിന്നെ പോകേണ്ടി വരും. ഇത് മുക്കിക്കൊണ്ട് 2 കിലോമീറ്റർ പോകുന്ന ടാസ്ക്കാണ്. അപ്പോൾ പിന്നെ ഇപ്പം പോയിട്ട് വെയിറ്റും നോക്കിയിട്ട് വണ്ടി എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് തിരിച്ചു വരാം. എന്നാ ടൈറ്റ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സീനില്ലെന്നാണ് പറയുന്നത്. ഞങ്ങളൊരു മാങ്ങ ജ്യൂസാണ് സെറ്റ് ചെയ്ത്. അയ്യോ നമ്മളൊരു ലുട്ടാപ്പ് ഇരിക്കുന്നത് സർ. മുസമ്പി, ആപ്പിള്, മാതളം, ഓറഞ്ച്. ഇത് സിന്ദൂരി മാങ്ങ. ഈ മാങ്ങ ഇപ്പോൾ ജ്യൂസ് അടിച്ചത്. അയ്യോ ഒരു മാങ്ങ പോയി. ഏടാ നിൽക്കി ഇത് പഞ്ചസാര കേട്ടോ ചെലവടി. നല്ല അടിപൊളി മാങ്ങ അല്ലേ? സൂപ്പർ സാധനം. നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി വണ്ടി കൊണ്ടിട്ടില്ല. വണ്ടി അവിടെ വന്നിട്ട് വെയിറ്റ് ബ്രിഡ്ജിലോട്ട് വന്നതാണ്. വെയിറ്റ് ബ്രിഡ്ജിൽ പോയിട്ട് തിരിച്ച് ലോഡ് കയറ്റുന്നിടത്തോട്ട് പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട്. ഇത്ര സാധനമുണ്ട്. ഇത് മൊത്തം ജ്യൂസാക്കി തരും. അതിൽ ഈ മാങ്ങയാണ് ഇപ്പം ജ്യൂസ് അടിച്ചത്. ഇത് സിന്ദൂരി മാങ്ങ.
ഒരു രക്ഷയില്ല, കിട്ടുക്കാൻ സാധനം, നല്ല ടേസ്റ്റ്. സിന്ദൂരം അല്ലേ? സിന്ദൂരം അടിപൊളി മാങ്ങ, നല്ല ടേസ്റ്റാണ്, പേര് പോലെ തന്നെ. നൈസ്. സിന്ദൂരം.